ഒരുപാട് ടെക്നിക്കൽ സ്ട്രാറ്റജികൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ചാർട്ടിലെ ഇൻഡിക്കേറ്ററുകളെല്ലാം ഒഴിവാക്കി വെറും ക്യാൻഡിലുകൾ മാത്രം നോക്കി ദിവസങ്ങൾക്കുള്ളിൽ ലാഭം നേടാൻ ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. RSI, MACD, ബോളിഞ്ചർ ബാൻഡ് ഇതൊക്കെ കണ്ട് കൺഫ്യൂഷൻ അടിച്ച് ഇതിലേത് ഇൻഡിക്കേറ്റർ ആണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ ഇവിടെ ഒന്നും സഹായമില്ലാതെ തന്നെ മാർക്കറ്റിന്റെ ചലനങ്ങൾ നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള ലെജൻഡറി ട്രേഡർ ആയിട്ടുള്ള ജെഫ് കൂപ്പറിന്റെ അധികമാരും ചർച്ച ചെയ്യാത്ത രണ്ട് കിടിലൻ സ്ട്രാറ്റജികളാണ് 1, 2, 3 പുൾ ബാക്ക്, എക്സ്പാൻഷൻ ബ്രേക്ക്ഔട്ട്. ഈ ഒരൊറ്റ വീഡിയോ മതി നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ തന്നെ മാറ്റിമറിക്കാൻ. വീഡിയോ അവസാനം വരെ കാണുക. ഈ ഒരു സ്ട്രാറ്റജികൾ ലൈവ് ചാർട്ടുകളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടി ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. പുതുതായിട്ട് ട്രേഡിംഗിലേക്ക് വരുന്ന നമ്മളെല്ലാം ഓടിപ്പോകുന്നത് ഇൻഡിക്കേറ്ററുകളുടെ പിന്നാലെയാണ്. യൂട്യൂബിൽ നോക്കിയാലും ബ്ലോഗുകൾ തിരഞ്ഞാലും നിറയെ ഇൻഡിക്കേറ്റർ ബേസ്ഡ് സ്ട്രാറ്റജികളാണ്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം പേർക്കും സ്ഥിരമായിട്ട് അങ്ങനെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയാത്തത്? ഒന്നാമത്തെ കാരണം മിക്ക ഇൻഡിക്കേറ്ററുകളും ലാഗിങ് ഇൻഡിക്കേറ്ററുകളാണ് എന്നുള്ളതാണ്. മാർക്കറ്റിൽ പ്രൈസ് മൂവ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് മാത്രം സിഗ്നൽ തരുന്ന ഇൻഡിക്കേറ്ററുകളാണ് ലാഗിങ് ഇൻഡിക്കേറ്ററുകൾ. അപ്പോഴേക്കും നല്ലൊരു എൻട്രി പോയിന്റ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടാവും. രണ്ടാമത്തേത് ഓൾ സിഗ്നലുകളാണ്. പ്രത്യേകിച്ച് മാർക്കറ്റ് എങ്ങോട്ടും പോകാതെ ഒരു ഭാഗത്ത് തന്നെ നിൽക്കുമ്പോൾ ഒരു സൈഡ് വേസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാർക്കറ്റ് എന്നൊക്കെ പറയും. ആ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ഇൻഡിക്കേറ്ററുകൾ തെറ്റായ ബൈ സിഗ്നലുകൾ തന്ന് നമ്മളെ ട്രാപ്പിലാക്കും. ഇത് നഷ്ടമുണ്ടാക്കാമെന്നല്ലാതെ മറ്റൊരു ബെനിഫിറ്റും ഈ ഒരു ഇൻഡിക്കേറ്റർ ബേസ്ഡ് സ്ട്രാറ്റജി കൊണ്ട് ആ സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും പല ഇൻഡിക്കേറ്റർ ബേസ്ഡ് സ്ട്രാറ്റജികളും നല്ല രീതിയിൽ വർക്ക് ആവാറുണ്ട്. പക്ഷെ അതിന് ഓരോന്നിനും അതിൻ്റെതായ സമയത്ത് മാത്രമേ അത്തരത്തിലുള്ള ബൈ സിഗ്നലുകളോ അല്ലെങ്കിൽ സെൽ സിഗ്നലുകളോ തരാറുള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി മിക്കവാറും എല്ലാ ഇൻഡിക്കേറ്റർ ബേസ്ഡ് സ്ട്രാറ്റജികളും ഒരു ട്രെൻഡ് ബേസ്ഡ് ആയിരിക്കും. ഒന്നുകിൽ അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ്. ആ ഒരു സമയത്ത് ലഭിക്കുന്ന ഇൻഡിക്കേറ്ററുകൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ MACD ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ ആ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് ട്രെൻഡുകളും, അതായത് അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും സൈഡ് വേസ് മാർക്കറ്റിലും എങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ കൂടെ കാണുക, നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും. ഇനി നമുക്ക് ആ ഒരു ഫോൾട്ട് സിഗ്നലുകൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രോബ്ലത്തെ കുറിച്ച് കൂടിയാണ് നമ്മൾ ഇവിടെ സംസാരിച്ചു പോകുന്നത്. ഒരുപാട് ഇൻഡിക്കേറ്ററുകൾ ഒരേ സമയം ഒരു ചാർട്ടിലാണെങ്കിൽ ആകെ മൊത്തം കൺഫ്യൂഷൻ വരുന്ന ഒരു രീതി പലർക്കും ഉണ്ടാവാറുണ്ട്. ഒരു ഇൻഡിക്കേറ്റർ ബൈ സിഗ്നൽ തരുമ്പോൾ മറ്റൊരു ഇൻഡിക്കേറ്റർ സെൽ സിഗ്നൽ തരും. ഏത് വിശ്വസിക്കണം എന്നറിയാതെ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം പോലും പല ഷോപ്പിംഗ് മാർക്കറ്റുകളിലും നമുക്ക് കാണാറുണ്ട്. ഈ ഒരു അവസ്ഥയെ അനാലിസിസ് പാരാലിസിസ് എന്നാണ് പറയുക. ഈ ഒരു തലവേദനകൾക്കെല്ലാമുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു സൊല്യൂഷനാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ഇൻഡിക്കേറ്ററുകളുടെ ബഹളങ്ങളിൽ നിന്ന് ഒരു രക്ഷപ്പെടലാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. എന്താണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ചാർട്ടിലെ കാൻഡിലുകളും അവ ഉണ്ടാക്കുന്ന പാറ്റേണുകളും മാത്രം നോക്കി മാർക്കറ്റിന്റെ അടുത്ത നീക്കം മനസ്സിലാക്കുന്ന ആ ഒരു രീതിയാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ്. ഓരോ ക്യാൻഡിലും ബയ്യർമാരുടെയും സെല്ലർമാരുടെയും സൈക്കോളജിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അത് വായിച്ചെടുക്കാൻ പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇൻഡിക്കേറ്ററുകളുടെ വലിയ സപ്പോർട്ടിന്റെ ആവശ്യം വരില്ല. ഇത്തരം ട്രേഡുകളിലെ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗിലെ ഒരു ഇതിഹാസമാണ് ജെഫ് കൂപ്പർ. 1981 മുതൽ മാർക്കറ്റിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം തന്റെ അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയ തന്ത്രങ്ങൾ ഹിറ്റ് ആൻഡ് റൺ ട്രേഡിംഗ് എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ രീതികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയെല്ലാം സിമ്പിളായ സ്ട്രാറ്റജികളായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് തീർച്ചയായിട്ടും ജാവ പോലെ അതിനേക്കാൾ പവർഫുള്ളുമാണ് എന്നാണ് പറയാനുള്ളത്. ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിലോ തന്നെ ലാഭം തരുന്ന ഷോർട്ട് ടേം ട്രേഡിംഗ് രീതിയാണ് അദ്ദേഹത്തിൻ്റെത്. പല മാർക്കറ്റ് കണ്ടീഷനുകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ അദ്ദേഹത്തിന്റെ ആവനാഴിയിലെ ഏറ്റവും മൂർച്ചയേറിയ രണ്ട് ആയുധങ്ങളായിട്ടുള്ള രണ്ട് സ്ട്രാറ്റജികളായിട്ടുള്ള 1, 2, 3 പുൾ ബാക്ക്, എക്സ്പാൻഷൻ ബ്രേക്ക്ഔട്ട് എന്നീ സ്ട്രാറ്റജികളെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് 1, 2, 3 പുൾ ബാക്ക് സ്ട്രാറ്റജി. ജെഫ് കൂപ്പറിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സെറ്റപ്പുകളിൽ ഒന്നാണിത്. ഒരു സ്റ്റോക്ക് നല്ലൊരു അപ് ട്രെൻഡിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു കറക്ഷൻ മുതലെടുത്ത് ട്രേഡ് ചെയ്യുന്ന സൂപ്പർ രീതിയാണ്. പേര് പോലെ തന്നെ വെറും 3 സ്റ്റെപ്പിൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിയും. ഒന്നാമത്തെ ഘട്ടം എന്താണ് 1, 2, 3 പുൾ ബാക്ക്? ഒരു സ്റ്റോക്ക് നല്ലതുപോലെ ഒരു അപ് ട്രെൻഡിൽ മുകളിലേക്ക് കയറി പോവുകയാണ്. അത് നിർത്താതെ നേരെ മുകളിൽ പോകാൻ സാധ്യതയില്ല. ഒരോട്ടക്കാരൻ ഓട്ടത്തിനിടയിൽ കിതപ്പടക്കുന്നത് പോലെ സ്റ്റോക്കും ഇടയ്ക്കൊന്ന് ശ്വാസം എടുക്കും. അതായത് കുറച്ചു പേർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് കൊണ്ട് 1, 2, 3 ദിവസം വില ചെറുതായിട്ടൊന്ന് താഴേക്ക് വരും. ഈ ചെറിയൊരു വീഴ്ചയ്ക്ക് ശേഷം സ്റ്റോക്ക് അതിന്റെ പഴയ യാത്ര തുടരാനാണ് എല്ലാ സാധ്യതയും ഉള്ളത്. ഈ ഒരു അവസരം പിടിച്ചെടുക്കുന്നതിനെയാണ് 1, 2, 3 പുൾ ബാക്ക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ജെഫ് കൂപ്പറിന്റെ റൂൾ അനുസരിച്ച് ഒരു സ്റ്റോക്ക് അതിന്റെ 20-50 ഡേയ്സ് മൂവിന് ആവറേജിന് മുകളിലാണെങ്കിൽ
അത് നല്ലൊരു അപ്രന്റിലാണ് എന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു സമയത്ത് തുടർച്ചയായിട്ട് 1, 2, 3 ദിവസം വില താഴേക്ക് വരുമ്പോൾ പുതിയ ലോവർ ലോകൾ ഉണ്ടാക്കുമ്പോഴാണ് പുൾ ബാക്ക് ആകുന്നത്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ചാർട്ടിൽ നമുക്ക് ഈ ഒരു പുൾ ബാക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ഒരു ചാർട്ടിൽ നമുക്ക് ഇവിടെ നോക്കാം. ഈ ഒരു സ്റ്റോക്ക് ക്ലിയർ അപ്രന്റിലാണ് മൂവ് ചെയ്യുന്നത്. 20-50 മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ് ഇവിടെ പ്രൈസ് ഉള്ളത്. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം, തുടർച്ചയായിട്ട് കയറിപ്പോയ ഈ സ്റ്റോക്ക് 1, 2, 3 ദിവസം താഴേക്ക് വന്നു. ഓരോ ദിവസത്തെയും തലേ ദിവസത്തെ ലോയേക്കാൾ താഴെയാണ് എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ തീർച്ചയായിട്ടും ഈ ഡൗൺ ട്രെൻഡിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടൊക്കെ നമുക്ക് തോന്നാം. ഒരു പെർഫെക്റ്റ് 1, 2, 3 പുൾ ബാക്ക് പാറ്റേൺ ആണ്. മൂന്നാമത്തെ ദിവസം ഒരു ചെറിയ ക്യാൻഡിലാണ് വന്നത്. ബേസിക്കലി അത് രണ്ടാമത്തെ ദിവസത്തെക്കാളും അല്ലെങ്കിൽ ഒന്നാമത്തെ ദിവസത്തെക്കാളും ചെറിയ ഒരു ക്യാൻഡിലാണ് മൂന്നാമത്തെ ദിവസം കണ്ടത്. അത് സെല്ലിംഗ് പ്രഷർ കുറഞ്ഞു വരുന്നു എന്നതിന്റെ ഒരു സൂചനയാണ്. ഇനി മൂന്നാമത്തെ ഘട്ടം, എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്. ഈ സ്ട്രാറ്റജിയുടെ വിജയം അതിന്റെ കൃത്യമായ നിയമങ്ങളാണ്. ആദ്യമായിട്ട് എൻട്രി, പുൾ ബാക്കിന്റെ അവസാനത്തെ ദിവസത്തെ ക്യാൻഡിലിന്റെ ഹൈക്ക് മുകളിൽ പ്രൈസ് കടങ്ങുമ്പോൾ നമ്മളൊരു ബൈയിലേക്ക് മൂവ് ചെയ്യും. ഇതിനൊരു ബൈ സ്റ്റോപ്പ് ഓർഡർ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ആ ഒരു ഹൈ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ഓർഡർ ട്രിഗർ ആവുകയുള്ളൂ. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ്, നമ്മൾ എൻട്രി എടുക്കാൻ കാരണമായ ക്യാൻഡിലിന്റെ, അതായത് ആ പുൾ ബാക്കിന്റെ അവസാനത്തെ ക്യാൻഡിലിന്റെ ലോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. തീർച്ചയായിട്ടും ഇത് വളരെ നിർബന്ധമാണ്. ട്രേഡ് വിചാരിച്ച പോലെ പോയില്ലെങ്കിൽ നമ്മുടെ നഷ്ടം ലിമിറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും സഹായിക്കും. റിസ്ക് മാനേജ്മെന്റ് ആണ് ഏതൊരു സ്ട്രാറ്റജിയുടെയും നട്ടൽ. നമുക്ക് ടാർഗറ്റ് കൂടി സെറ്റ് ചെയ്യാം. ടാർഗറ്റ് വെക്കാൻ പല വഴികളുണ്ട്. ഏറ്റവും എളുപ്പമുള്ള വഴി 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് 10 രൂപ റിസ്ക് എടുക്കുമ്പോൾ നമ്മൾ 20 രൂപ ലാഭം പ്രതീക്ഷിക്കണം. മറ്റൊരു രീതി, സ്റ്റോക്ക് അതിന്റെ പഴയ ഹൈ മറികടക്കുമ്പോൾ കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ബാക്കി ഓഹരികൾ ട്രെൻഡിനൊപ്പം പോകാൻ അനുവദിക്കാം. അപ്പോൾ അതും മറ്റൊരു രീതിയിലുള്ള ടാർഗറ്റ് ഫിക്സിംഗ് മെത്തഡോളജിയാണ്. ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്കും ആ ഒരു മാർക്കിംഗ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരിക്കലും ഇതൊരു ട്രേഡ് അഡ്വൈസ് അല്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. മറ്റെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് ചോദിക്കാൻ മടിക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ലീ ജെഫ് കൂപ്പറിന്റെ അടുത്ത പവർഫുൾ സ്ട്രാറ്റജിയിലേക്ക് പോകാം. എക്സ്പാൻഷൻ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി. ഒരു സ്റ്റോക്ക് വലിയൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ അത് എങ്ങനെ മുൻകൂട്ടി കണ്ടുപിടിക്കാം, അതിനുള്ള ഉത്തരമാണ് എക്സ്പാൻഷൻ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി. അപ്പോൾ അതിന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ എന്താണ് എക്സ്പാൻഷൻ ബ്രേക്ക്ഔട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ നമുക്കിവിടെ മനസ്സിലാക്കാം, ഒരു സ്റ്റോക്ക് കുറെ ദിവസങ്ങളായിട്ട് ഒരു ചെറിയ റേഞ്ചിനുള്ളിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു തീരുമാനമായിട്ടില്ല. പെട്ടെന്നൊരു ദിവസം വലിയൊരു ഗ്രീൻ കാൻഡിൽ ഉണ്ടാക്കി ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കുതിക്കുകയാണ്. ഇതിനെയാണ് ബ്രേക്ക്ഔട്ട് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയാറ്. പക്ഷെ എല്ലാ ബ്രേക്ക്ഔട്ടും ജെന്യുവിൻ ബ്രേക്ക്ഔട്ട് ആവണമെന്നില്ല. പലപ്പോഴും ഫാൾസ് ബ്രേക്ക്ഔട്ടുകൾ തന്ന് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ജെഫ് കൂപ്പറിന്റെ എക്സ്പാൻഷൻ ബ്രേക്ക്ഔട്ട് റൂൾ അനുസരിച്ച് ബ്രേക്ക്ഔട്ട് ഉണ്ടാക്കിയ ക്യാൻഡിലിന്റെ വലിപ്പം, ഹൈയും ലോയും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ 9 ദിവസത്തെ ഏറ്റവും വലിയ ക്യാൻഡിൽ ആയിരിക്കണം. അതായത് ആ ക്യാൻഡിലിന്റെ സൈസാണ് പറഞ്ഞു വരുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആ സ്റ്റോക്കിലേക്ക് വലിയ രീതിയിൽ പണം പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒഴുകി വരുന്നുണ്ട്. ബിഗ് പ്ലേയേഴ്സ് ആ സ്റ്റോക്കിനെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ബ്രേക്ക്ഔട്ടുകൾക്ക് ശേഷം പ്രൈസ് റോക്കറ്റ് പോലെ കുതിക്കാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോക്കിനെ കൃത്യമായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി ചാർട്ടിൽ എങ്ങനെ ഇത് കണ്ടെത്താം എന്നുകൂടി നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. ചാർട്ട് നോക്കുക. ഇവിടെ സ്റ്റോക്ക് ഏകദേശം 10-12 ദിവസത്തോളം ഈ ഒരു ചെറിയ റേഞ്ചിനുള്ളിൽ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ ദിവസം നോക്കൂ, ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ഈ ക്യാൻഡിലിന്റെ വലിപ്പം കഴിഞ്ഞ 9 ക്യാൻഡിലുകളേക്കാൾ വലുതാണ്. അതോടൊപ്പം ഈ സ്റ്റോക്ക് അതിന്റെ 60 ഡേയ്സിലെ ഏറ്റവും ഉയർന്ന വില ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇതാണ് ഒരു പെർഫെക്റ്റ് എക്സ്പാൻഷൻ ബ്രേക്ക്ഔട്ട് സെറ്റപ്പ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്. എൻട്രി എടുക്കുന്നത് എക്സ്പാൻഷൻ ബ്രേക്ക്ഔട്ട് നടന്ന ആ ഒരു വലിയ ക്യാൻഡിലിന്റെ ഹൈക്ക് മുകളിൽ എൻട്രി എടുക്കുക. ഇവിടെ ബൈ സ്റ്റോപ്പ് ഓർഡർ ഉപയോഗിക്കുന്നത് ബുദ്ധിയാണ്. ബ്രേക്ക്ഔട്ട് കൺഫേം ആയാൽ മാത്രം നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആകും. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ്, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ 2 വഴികളാണുള്ളത്. ഒന്ന് ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിന്റെ ലോയ്ക്ക് താഴെ വെക്കാം. ഇത് സേഫ് ആണ്, പക്ഷേ റിസ്ക് കുറച്ച് കൂടുതലായിരിക്കും. ജെഫ് കൂപ്പർ പറയുന്ന മറ്റൊരു വഴി ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിന്റെ ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് കുറച്ച് പോയിന്റുകൾ താഴെയായിട്ട് വെക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ റിസ്ക് കപ്പാസിറ്റി അനുസരിച്ച് ഇത് തീരുമാനിക്കാം. നമുക്ക് ടാർഗറ്റ് എന്താണ് എന്ന് നോക്കാം. എക്സ്പാൻഷൻ ബ്രേക്ക്ഔട്ടുകൾ പലപ്പോഴും വളരെ വേഗത്തിൽ നല്ല മൂവ്മെന്റ്സ് തരാറുണ്ട്. അതുകൊണ്ട് തന്നെ 1:2 അല്ലെങ്കിൽ 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ ഇവിടെ എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലർ എൻട്രി എടുത്ത ദിവസം തന്നെ സ്റ്റോക്ക് നന്നായി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും ദിവസാവസാനം കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും. ബാക്കി ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു സ്ട്രാറ്റജി കൂടി നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആ ഒരു റിസ്ക് മാനേജ്മെന്റ് ആണ്. നമ്മൾ പഠിച്ച ഈ 2 സ്ട്രാറ്റജികളും വളരെ പവർഫുൾ ആണ്. പക്ഷെ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക, ട്രേഡിംഗിൽ 100% ഗ്യാരണ്ടി ഉള്ള ഒരു സ്ട്രാറ്റജി ഇന്ന് ലോകത്ത് നിലവിലില്ല. ഏറ്റവും നല്ല സെറ്റപ്പുകൾ പോലും ചിലപ്പോൾ ഫെയിൽ ആയെന്ന് വരും. അവിടെയാണ് റിസ്ക് മാനേജ്മെന്റിന്റെ വില നമ്മൾ അറിയുന്നത്.
നിങ്ങളുടെ കയ്യിലുള്ള മൊത്തം ക്യാപിറ്റലിന്റെ 1% കൂടുതൽ ഒരു ട്രേഡിലും റിസ്ക് എടുക്കരുത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം 1000 രൂപ മാത്രമേ നഷ്ടം വരാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്താൽ തുടർച്ചയായിട്ട് 5-6 ട്രേഡുകൾ നഷ്ടത്തിലായാലും നിങ്ങളുടെ അക്കൗണ്ട് കാലിയാവില്ല. ജെഫ് കൂപ്പർ പറയുന്ന മറ്റൊരു വലിയ കാര്യമാണ് മൈൻഡ് ഓവർ മണി. ട്രേഡിംഗ് എന്നത് പണം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും കളിക്കുന്ന കളിയാണ്. പേടിയും അതുപോലെ തന്നെ ഓവർ ഗ്രീഡിനെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ പ്ലാനും നിങ്ങളുടെ നിയമങ്ങളും ഒരു പട്ടാളക്കാരന്റെ അച്ചടക്കത്തോടെ പാലിക്കാൻ കഴിയും. ഒരു ട്രേഡ് എടുക്കും മുമ്പ് തന്നെ എന്തിനെടുക്കുന്നു, എവിടെ വാങ്ങണം, എവിടെ വിൽക്കണം, എവിടെയാണ് എന്റെ സേഫ്റ്റി നെറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ അത്രയുമാണ്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻഡിക്കേറ്ററുകളുടെ തലവേദനയൊന്നും ഇല്ലാതെ പ്രൈസ് ആക്ഷൻ മാത്രം ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാനുള്ള ജെഫ് കൂപ്പറിന്റെ 2 കിടിലൻ സ്ട്രാറ്റജികളാണ് പഠിച്ചത്. ഒന്ന് 1-2-3 പുൾ ബാക്ക്, രണ്ടാമത്തേത് എക്സ്പാൻഷൻ ബ്രേക്ക്ഔട്ട്. 1-2-3 പുൾ ബാക്കിൽ നല്ലൊരു ട്രെൻഡിൽ വരുന്ന ചെറിയ ഒരു കറക്ഷൻ മുതലെടുത്ത് ട്രെൻഡിന്റെ കൂടെ പോകാനുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. അതേസമയം എക്സ്പാൻഷൻ ബ്രേക്ക്ഔട്ട് ഒരു റേഞ്ചിൽ ഒരു വലിയ ക്യാൻഡിലോടെ ബ്രേക്ക് ചെയ്യുന്ന സ്റ്റോക്കുകളെ കണ്ടെത്തി ആ ഒരു കുതിപ്പിൽ പങ്കുചേരുന്ന ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജിയാണ്. ഈ 2 സ്ട്രാറ്റജികളും നിങ്ങളുടെ ചാർട്ടുകളിൽ പോയി ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പഴയ ചാർട്ട് എടുത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് വരും. അപ്പോൾ ഈ രീതികൾ നിങ്ങൾ മുമ്പ് പരീക്ഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്ട്രാറ്റജിയിലാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റഡ് ആയിട്ടുള്ളത്? അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള കൂടുതൽ ട്രേഡിംഗ് രഹസ്യങ്ങൾ പഠിക്കാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് വീണ്ടും വരും. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.